ചേട്ടനത് പറയണം. ഈ കുടുംബത്തിനോട് എനിക്ക് എത്രമാത്രം ആത്മാർത്ഥമുണ്ടെന്ന് വരും പാച്ചുകാരോട് ചോദിച്ചു നോക്കണം. നേരവനെ ആത്മാർത്ഥം ഇല്ലെങ്കിൽ സുരേന്ദ്രൻ രണ്ടാം കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം പറയാൻ. അവൻ ആരെ പിണ്ണം പറ്റാലും ശരി, എന്റെ മകളെ അങ്ങോട്ട് അയക്കില്ല. അയച്ചില്ലെങ്കിൽ അവൻ വേറെ പെണ്ണിനെ കിട്ടും. അങ്ങനെ മകൻ ഇവിടെ ഇരുന്ന് കണ്ണീര് കുടിക്കുകയും ചെയ്യും. അത് ഞാൻ സഹിച്ചോളാം. വന്ന മാനക്കേടൊന്നും പോരാഞ്ഞിട്ടാണോ ചേട്ടൻ വീണ്ടും വാശി പിടിക്കുന്നത്? വിനാശകാലെ വിപരീത ബുദ്ധി. കേട്ടാ, പാച്ചുനാലാട്ടിയത് എന്റെ മുഖത്താക്കിയത്. അതേടാ, നിന്നെ എന്റെ തന്നെ ആക്കിയത്. നീ ഇവിടെ മരുന്നൊക്കെ എനിക്ക് കോലി വെക്കാൻ. ആ കോഴിവെക്കാൻ നീ കണക്കായി പോയി. പണ്ട് കൂട്ടുകൃഷി എന്ന് പറഞ്ഞ അച്ഛനെ പറയുന്നത് അയാളെ കുത്തുമാറ അടുപ്പിച്ച വരാത്താനെ എവിടെ വച്ച് തന്നെ കണ്ടാലും കോഴി വെക്കണം പറഞ്ഞിട്ടാണ് എന്റെ അച്ഛൻ അവസാനം കേശവൻ പോകുന്നു. ചെവി വിളിക്കോ? ആ ബിരിയാണി ഉള്ളി. എവിടെ പോയിട്ട് വരിക? കരി വാങ്ങാൻ പോയതാടി. ആ, കരിയും കക്കമഴയും നടന്നാ മതിയല്ലോ. എന്താടി? ശാന്തകുഞ്ഞിന് രണ്ടാം കല്യാണം നടക്കാൻ പോവുക. രണ്ടാം കല്യാണം? ആ കല്യാണം നടത്തുന്ന എനിക്കൊന്ന് കാണണം. എന്തോ കാണാനാ? കുഞ്ഞാ പെങ്കൊച്ചിനെ കൊണ്ട് കളഞ്ഞിരിക്കയില്ലേ? ഞാൻ കളഞ്ഞാന്നോടി? അവരെ ഒന്ന് വിളിച്ചോണ്ട് പോയതല്ലേ? അതിനെ തല്ലിട്ടല്ലേ അവർ വിളിച്ചോണ്ട് പോയത്? തല്ലിയെങ്കിൽ കണക്കായി പോയി. ആ, അതുകൊണ്ട് തന്നെ ഒരു വരെ കെട്ടിച്ചിടാൻ പോകുന്നത്. ചോണയുണ്ടെങ്കിൽ കെട്ടിച്ചു വിട്ടേ. ഷേടാ, പട്ടിപ്പുല്ല് തിന്നിയേയില്ല, പശുവിനുണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ. നിർത്തടി. ഞാനേ ആരുടെ എരുത്തില്ലല്ലേ കിടക്കുന്നത്. അവിടെ ആങ്ങളെ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ നടക്കുക. നമുക്ക് കാണാം ആരാ മാപ്പ് പറയുന്നത്. എന്തൊരു ജന്മമാ. താലി കെട്ടിയവൻ ആരായിരുന്നാലും അവൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. ഞാൻ പോവില്ല. അതൊരു വീടാണോ? എടി, ചെന്ന് കയറിയിടം കൊലമാടമാണെങ്കിലും അവിടെ ജീവിക്കാൻ പഠിക്കണം. എന്നെ കൊണ്ട് കഴിയില്ല. ഈ വീട്ടിലെ എത്തിച്ചോറ് തിന്ന് കഴിഞ്ഞ ഒരുത്തിനെ ഞാൻ എന്റെ ഭർത്താവെ അംഗീകരിക്കില്ല. അവരധ്വാനിച്ചുണ്ടാക്കുന്ന ചോറ് നമ്മളാണ് ഉണ്ണുന്നത്. അവൻ എന്താ ഒരു കുറവ്? ഞൊണ്ടിയാണോ? കുരുടനാണോ? പണമില്ലെങ്കിലും അവൻ പൗരുഷമുള്ളവനാണ്. അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പോവില്ല. നീ പോകണ്ട. പക്ഷെ അവൻ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്നത്. നിനക്ക് അവനെ അത്രയ്ക്ക് വലിയ വെറുപ്പാണെങ്കിൽ ആ താലി പൊട്ടിച്ച് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ ഇവിടെ വന്ന് താമസിക്കും. അമ്മേ, ആ വീട്ടിലേക്ക് നീ പോകാത്തതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് മറ്റാരുമായിട്ട് രഹസ്യ ബന്ധമുണ്ട്. ആരും അറിയാതെ അത് തുടർന്നുകൊണ്ട് പോകാനാണ് നിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ സുരേന്ദ്രനെ ഉപേക്ഷിച്ചിട്ട് നീ ഈ വീട്ടിൽ വന്ന് താമസിക്കില്ലേ? നിനക്ക് മറ്റാരോ ആയിട്ട് ബന്ധമുണ്ട്. അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോകാതിരിക്കില്ല. നിന്നെ പെണ്ണ് കാണാൻ ആള് വന്നില്ലേ? വന്നു. നിന്റെ വീട്ടുകാരങ്ങോട്ട് പോയില്ലേ? പോയി. കല്യാണം നടത്താമെന്ന് നിന്റെ ചേട്ടൻ സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. ചെറുക്കൻ വന്ന് നിന്നെ കണ്ടില്ലേ? കണ്ടു. നീ ചെറുക്കനെയും കണ്ടില്ലേ? കണ്ടു. എന്നിട്ടാണോടി നീ വീണ്ടും എന്നെ കാണാൻ വന്നിരിക്കുന്നത്? തെണ്ടി! എടി ദ്രോഹി! ചേട്ടൻ ചോദിച്ചതിനെല്ലാം ഞാൻ അതേ അതേ എന്നല്ലേ മറുപടി പറഞ്ഞത്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് എന്നെ തല്ലാമായിരുന്നല്ലോ. ഇത് കൂടുതൽ നീ എന്താടി ചോദിക്കാനുള്ളത്? ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചോ എന്ന് ചേട്ടൻ ചോദിച്ചില്ലല്ലോ. ശാന്തേ, നീ? ഇല്ല ചേട്ടാ, ഞാൻ സമ്മതിച്ചില്ല. ഈ ജീവിതത്തിൽ സമ്മതിക്കുകയുമില്ല ചേട്ടാ. ഞാൻ എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. എന്തൊരടിയാണ് അവൻ അടിച്ചത്. ഇവൻ മനുഷ്യനാണോ? നീ എന്തിനാ അവന്റെ തല്ലുകൊണ്ട് ചാകുന്നത്? നോക്കൂ, നിനക്ക് ഞാനുണ്ട്. നിൽക്കൂ. എങ്ങോട്ട് പോകുന്നു? നിനക്ക് തോന്നുമ്പോ ഇറങ്ങിപ്പോകാനും തോന്നുമ്പോ കയറി വരാനുള്ള വഴിയമ്പലമല്ല എന്റെ വീട്. എന്റെ ഭാര്യയായിട്ട് ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കാമെങ്കിൽ ഈ വീട്ടിൽ കയറിയാൽ മതി. അല്ലെങ്കിൽ വന്ന വഴിയെ തിരിച്ചു പോയിക്കോ. എന്റെ ഭഗവതി, എത്ര കല്യാണാലോചന വന്നു, ഒരെണ്ണമെങ്കിലും നടക്കുന്നില്ലല്ലോ. എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് വെച്ചാ എല്ലാരും പറയുന്നേ. ശരിയാടി, നിന്നെ വളഞ്ഞിരിക്കുന്ന ചൊവ്വ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ അവനൊരു പിടി പിടിക്കുന്നുണ്ട്.
അയ്യോ അച്ഛാ അതാരാ വരുന്നേ? ഒരു കുടക്കീഴിലല്ല, ഒരു കൂരയുടെ കീഴിൽ ഞങ്ങൾ കഴിയാൻ പോവാ. ഞാൻ ഈ മാലപ്പിള്ളിനെ വിവാഹം കഴിക്കാൻ പോകും. വിവാഹം? വെറും വിവാഹമല്ല, മിശ്ര വിവാഹം. അയ്യോ മഹാഭാവം. എന്താ പാവം? കുറിപ്പാന്ന് ഇഷ്ടമാ. എനിക്ക് മാല ഇഷ്ടമാ, അതുകൊണ്ടാണ് ഞങ്ങൾ മിശ്രിക്കാൻ പോകുന്നത്. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഗേനും കുറിപ്പങ്ങും കൂടി നടത്തും. നിങ്ങൾ എന്താ ചെയ്യും? എന്ത് ചെയ്യാൻ? മാല നീ പേടിക്കണ്ട, ഇയാൾ എന്ത് പറഞ്ഞാലും വീഴുന്ന ഒരു വർഗമാ. ഇയാൾ ഒരു മൂരാച്ചിയാ. ഞാൻ മൂരാജായിട്ടില്ല. അങ്ങനെ പിന്നെ അങ്ങനെ മാലയെ കെട്ടിയാൽ എന്റെ മോള് കെട്ടിത്തുറിച്ചാവും. അതെന്തിനാ? എന്തിനാണ് ഈ മാലേ? നിന്നെ കൊച്ചങ്ങന്ന് മിശ്രിക്കാമെന്ന് പറഞ്ഞ പോലെ എന്റെ മോളെ കൊച്ചങ്ങന്ന് മിശ്രിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാവോ? അയ്യോ, ഞാൻ മിശ്രിച്ചിട്ടില്ല. ഇല്ലേ? ചോദിച്ചോളൂ, ഞാൻ മിശ്രിച്ചിട്ടില്ല. അച്ചോളെ, ദൈവസാക്ഷിയാണ്, ഞാൻ നിരപരാധിയാണ്. അതികളെ എന്റെ മോളും കൊച്ചങ്ങനുമായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും എനിക്കറിയാം. നേരം വരട്ടെ എന്ന് വെച്ച് കാത്തിരുന്നതാണ്. കൊച്ചങ്ങൻ എന്റെ മോളെ കൊണ്ടുപോകണം. മാലേ, ക്ഷമിക്കണം. പാച്ചോള പറഞ്ഞ കേൾക്കാതിരിക്കാൻ. എന്നെ കേട്ടൂലേ? കെട്ടിയാതിന്റെ ഞാൻ തട്ടി. കൊച്ചങ്ങന് ഇതാ എന്റെ മോള്. പാച്ചുള്ളേ അല്ല, പാച്ചുള്ള മാവാ വാവളിക്കണ്ട. എന്റെയും സാവിത്രിയും കൂടെ കല്യാണം നടത്താൻ വേണ്ടി മാലയും സാവിത്രിയും ഞാനും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമാണിത്. മിശ്ര വിവാഹ നാടകം. ഞാൻ പോട്ടെ. ഒരു മാല കഴുത്തി വീണപ്പം വേറൊരു മാല പോയി. അമ്മാവാ, ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങൾ ഗൃഹപ്രവേശം നടത്തട്ടെ. ഇനി മാലേ, ഇന്നെന്താ ഞാൻ നിന്നിട്ട് മുന്നോട്ട് നീങ്ങാത്തത്? ഇന്ന് ജോലിക്ക് രണ്ടുപേര് കുറവാ. രണ്ടുപേരുടെ കുറവല്ലേ ഉള്ളൂ. ആ ഞാനും എന്റെ ഭാര്യയും കൂടെ ഇറങ്ങാം. എനിക്കൊന്നും വയ്യ. വയ്യാന്നോ? ഊണ് കഴിച്ചാൽ മാത്രം പോരെ, ഈ അരിയും നെല്ലും വിളയിക്കുന്നതിന്റെ കഷ്ടപ്പാട് കൂടി അറിയണം. ഇറങ്ങാൻ, ഇറങ്ങാൻ. ഇതാ, മറ്റുള്ളവർ നടന്ന പോലെ നോക്കി ശ്രദ്ധിച്ചു നട. ഇറങ്ങ്, ഇറങ്ങാൻ. ചെരുപ്പിക്കരുത്.